ഹലോ എവ്രിവൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 88 പോർട്ടലാണ് ആൻഡ് ഏറ്റവും വലിയ പോർട്ടൽ നമ്മുടെ ഒരു വർഷത്തെ. സോ ഐ ഗെസ് എല്ലാ പ്രേക്ഷകർക്കും 88 പോർട്ടലിനെ പറ്റിയിട്ട് അറിയാം. എന്നാലും അറിയാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം പറയാൻ പോകുന്ന കാര്യങ്ങൾ. ആൻഡ് ദെൻ നോക്കാൻ പോകുന്നത് എന്തൊക്കെ നെഗറ്റിവിറ്റി ഈ 88 പോർട്ടലിൽ നിങ്ങൾ മാറ്റണം ആൻഡ് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഈ 88 പോർട്ടലിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യമായിട്ട് 88 പോർട്ടൽ എത്ര ശാന്തമായിരിക്കാമോ മനസ്സിനെ ശാന്തമാക്കൂ, എത്ര പോസിറ്റീവ് എനർജി നിങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങൾക്ക് കൂട്ടാമോ അത് കൂട്ടൂ. ഓക്കെ, സോ അതെങ്ങനെയാണ്? അല്ലെങ്കിൽ നാമജപം കൊണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ ഓഡിയോ വെക്കുക. ഓക്കെ, നാമജപത്തിൻ്റെ ഓഡിയോ വെക്കൂ, അല്ലെങ്കിൽ പോസിറ്റീവ് മ്യൂസിക്സിൻ്റെ ഓഡിയോ വെക്കൂ, നല്ല ഫിലിംസ് കാണുക, നല്ല ഓഡിയോ ദാറ്റ് ഈസ് വിച്ച് ഗിവ്സ് പോസിറ്റീവ് അഫർമേഷൻ. ഓക്കെ, പോസിറ്റിവിറ്റി നൽകുന്ന കാര്യങ്ങൾ കാണുക. ഓൾറൈറ്റ്, ദ സെക്കൻഡ് തിങ് ഈസ് രാവിലെ 8 മണി 8 മിനിറ്റ് അല്ലെങ്കിൽ രാത്രി 8 മണി 8 മിനിറ്റ്. ഓക്കെ, ഇതിൽ പറ്റുന്നവർക്ക് ഓർ 2 നേരവും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ഒരു സമയത്തിരുന്ന് നിങ്ങളുടെ വിഷസ് അതിനെക്കുറിച്ച് ആലോചിക്കുക. ഓക്കെ, അതിനുള്ളൊരു സജഷൻ ഇത്രയുമാണ്. നിങ്ങൾ ഈ വീഡിയോ കിട്ടുന്ന സമയത്ത് അതിനെക്കുറിച്ചൊന്ന് ഓർക്കുക, നിങ്ങളുടെ വിഷസ് എന്തൊക്കെയാണെന്ന് ഓർക്കുക. എന്നിട്ട് ആ വിഷസ് നിങ്ങൾക്ക് ആ ഒരു ടൈം പീരീഡിൽ ഒരു പേപ്പറിൽ എഴുതാവുന്നതാണ്. സോ എഴുതുന്ന ദാറ്റ് ഈസ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ 2 മെത്തേഡാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്ന്, നിങ്ങളൊരു പേപ്പർ, സോ ആദ്യം ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക, റെഡ് കളറിലെ പെൻ എടുക്കുക. ഓക്കെ, റെഡ് കളർ എന്താണ്? ഫാസ്റ്റ് ഗ്രോത്ത് ആണ്, സ്പീഡാണ്. ഓക്കെ, അതുകൊണ്ട് റെഡ് കളർ പെൻ. റെഡ് കളർ പെന്നുകൊണ്ട് ഓരോ വിഷസും 8 പ്രാവശ്യം എഴുതുക. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു പേപ്പർ ആണെങ്കിൽ ഒരു വിഷ് എഴുതി അതിനെ 8 പ്രാവശ്യം എഴുതി, അടുത്ത വിഷിനെ അടുത്ത ഒരു പേപ്പറിൽ 8 പ്രാവശ്യം എഴുതി, അങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് എഴുതുന്നതെല്ലാം പോസിറ്റീവിലായിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടായിരിക്കണം. ദാറ്റ് ഈസ് താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് ഈ ഒരു സാധനം ലഭിച്ചു. ഈ സാധനം എന്തുമാകാം, നിങ്ങൾക്ക് ജോബാകാം, ഇൻ്റർവ്യൂവിൽ ക്ലിയർ ചെയ്തതാകാം, അല്ലെങ്കിൽ ഒരു കോളേജിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചതാകാം, ഓർ നിങ്ങൾക്ക് ഒരു സ്പെസിഫൈഡ് കാർ വേണമായിരുന്നു അത് കിട്ടുന്നതാകാം, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ ഹെൽത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതാകാം, സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് ആണെങ്കിൽ അത് മാറുന്നതാകാം, മണി റിലേറ്റഡ് ഇഷ്യൂസ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാകാം. പക്ഷേ അവിടെ ഇഷ്യൂസ് കാണിക്കാതെ താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് ഇത്രയും രൂപ ലഭിച്ചു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് ഇങ്ങനെ ഈ ഒരു ജോലി ഇത്രയും സാലറിയോടെ എനിക്ക് ലഭിച്ചു. ഓക്കെ, ഓരോ വിഷസും നിങ്ങൾ ഓരോ ആഫർമേഷനും 8 പ്രാവശ്യം എഴുതേണ്ടതാണ്. ഓക്കെ, ഇത് ആദ്യത്തെ ഒരു മെത്തേഡ്. രണ്ടാമത്തെ ഇതേ രീതിയിലുള്ള അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്കിൽ 8 നിങ്ങൾ വിഷസ് എഴുതുക. ഓക്കെ, 1 2 3 4 5 6 7 8. ഓക്കെ, ഒറ്റ ഒരു പ്രാവശ്യം 8 വിഷസ് എഴുതുക. അത് കഴിഞ്ഞ് ഒരിടത്തിരിക്കുക, ഓരോ വിഷിനെ നോക്കുക. ഓക്കെ, അതെന്താണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത് ആൻഡ് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു കാര്യം ലഭിച്ചാൽ നിങ്ങൾക്കത് എങ്ങനെ, നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കും, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയായിരിക്കും? ഇഫ് സ്കിൻ നല്ല ബ്യൂട്ടിഫുൾ ആകണം, ക്ലിയർ ആകണം. സോ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ സ്കിന്നിനെ പറ്റി കോംപ്ലിമെൻറ്റ് നൽകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ വളരെയധികം അപ്രിസിയേഷൻ നൽകുന്നത്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് കാണേണ്ടതാണ്. അതിനാണ് വിഷ്വലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ചാൻറ്റിങ് ആണ്. ചാൻറ്റിങ് ദാറ്റ് ഈസ് നിങ്ങളുടെ പ്രിയപ്പെട്ട ദൈവം അല്ലെ ദേവി. ഓക്കെ, നിങ്ങൾ അവരുടെ ഫോട്ടോ എടുക്കുക. ഓക്കെ, ഗൂഗിളിൽ നിന്ന് ആ ദൈവം അല്ലെ ആ ദേവിയുടെ ഫോട്ടോ എടുക്കുക. ഫോട്ടോയിൽ നോക്കുക. ആദ്യം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ച എല്ലാ ബ്ലെസ്സിങ്സിനും. ഓക്കെ, ആ ഗ്രാറ്റിറ്റ്യൂഡ് നൽകി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട ആഗ്രഹങ്ങൾ നിങ്ങൾ പറയുക. ഓക്കെ, ആൻഡ് ദെൻ കണ്ണടച്ച് ആ ദൈവം അല്ലെ ദേവിയുടെ ഒരു മന്ത്ര
അത് ഏത് മന്ത്രയുമാകാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മന്ത്ര അത് ചാൻറ്റ് ചെയ്യുക. മന്ത്ര കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓം എന്ന് ചാൻറ്റ് ചെയ്യുക, ഓം എന്ന് ജപിക്കുക. ഓക്കെ, സോ ഇതാണ് 888 പോർട്ടലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. നാവ് ആ സ്പെസിഫിക് ടൈമിങ്ങിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് രാവിലെയും വൈകുന്നേരവും 8 മണി കഴിഞ്ഞ് 8 മിനിറ്റിന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് ദിവസം മുഴുവനും 88 പോർട്ടലിൻ്റെ ഹൈ എനർജി ആണ്. സോ ഏത് സമയത്താണോ നിങ്ങൾ ഫ്രീ, ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ കൊടുക്കേണ്ടാത്ത ഒരു സമയം, ആ ഒരു സമയത്തിരുന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ് സീ ടാരോ റീഡിങ്സിൽ എന്ത് നെഗറ്റിവിറ്റിയാണ് ആദ്യം പ്രേക്ഷകർ 888 പോർട്ടലിൽ മാറ്റേണ്ടത്. ഡിവൈൻ പ്ലീസ് ഗൈഡേഴ്സ്, 888 പോർട്ടലിൽ എന്ത് നെഗറ്റിവിറ്റി ആണ് പ്രേക്ഷകർക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടത്? A new romantic cycle begins. Okay, see, നിങ്ങളുടെ നെഗറ്റിവിറ്റി സംവെയർ അറൗണ്ട് ഒരു സൈക്കിളിനെ പറ്റിയിട്ടാണ്. ദാറ്റ് ഈസ് എന്തൊരു പുതിയ തുടക്കം നിങ്ങൾക്ക് വേണോ, ആ തുടക്കത്തിനെ കുറിച്ചൊരു വേവലാതിയാണ് പ്രേക്ഷകർക്ക്. ടെൻഷൻ ആകാം, സ്ട്രെസ് ആകാം, ആങ്സൈറ്റി ആകാം, അത് മാറ്റൂ. ബിക്കോസ് അത് എവിടെയോ നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് കൊണ്ടുവരുന്നില്ല. ഓക്കെ, സോ ആ ഒരു നെഗറ്റിവിറ്റി പ്രേക്ഷകർ മാറ്റേണ്ടതാണ്. A time to give rather than take. സോ ചില പ്രേക്ഷകരോട് മെഡിറ്റേഷനെ പ്രിഫറൻസ് കൊടുക്കാൻ പറയുന്നുണ്ട്. ചില പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങൾ ഏറെ പേരുടെ സഹായം എടുക്കുന്നുണ്ടാകാം. ഓക്കെ, പക്ഷെ നിങ്ങൾ സഹായം അധികം അല്ല കൊടുക്കുന്നെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും പ്രേക്ഷകർക്കൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് നിങ്ങളോട് ഡിവൈൻ പറയുകയാണ് സഹായിക്കൂ. ഓക്കെ, ഏറെ പേരെ സഹായിക്കൂ. ഡൊണേഷൻ്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ ഒരാൾക്ക് ഏതെങ്കിലും രീതിയിലൊരു സഹായം വേണമെങ്കിൽ അത് അവിടെ ചെന്ന് സഹായിക്കുന്നതാകാം. ഓക്കെ, സഹായിക്കൂ എന്നാണ് പറയുന്നത്. ആൻഡ് 2 ന്യൂ മൂൺ കാർഡ്സ് ആണ് വന്നത്. ഓക്കെ, സോ ഈ ഫുൾ മൂൺ, ദാറ്റ് ഈസ് 88 പോർട്ടൽ, ദാറ്റ് ഈസ് 9th ഫുൾ മൂൺ ആണ്. അത് തൊട്ട് നെക്സ്റ്റ് ന്യൂ മൂൺ വരെ നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ ഒരു ഷിഫ്റ്റ് കാണാൻ പറ്റുന്നതാണ്, ഈ വക കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച്. യെസ്, സോ നെക്സ്റ്റ് ന്യൂ മൂൺ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് പവർഫുൾ ചേഞ്ച് ലഭിക്കും. എന്ത് ചെയ്താൽ? 88 പോർട്ടൽ, ദാറ്റ് ഈസ് 8ാം തീയതി നിങ്ങൾ ഫുൾ ഡേ നല്ലപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ. വിഷമം വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തൽക്കാലം അതിനെ മാറ്റി നിർത്തുക. ഓക്കെ, അത് എങ്ങനെ ചെയ്യണം അത് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാകുന്നതാണ്. ഓക്കെ, സോ നാവ് നമുക്ക് ബ്ലെസ്സിങ്സിലേക്ക് നോക്കാം. എന്താണ് ബ്ലെസ്സിങ്സ് പ്രേക്ഷകർക്ക്? ബ്ലെസ്സിങ്സ് 88 പോർട്ടൽ എന്ത് ബ്ലെസ്സിങ്സ് ആണ്, എന്ത് അനുഗ്രഹങ്ങളാണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്? 88 പോർട്ടൽ എന്ത് അനുഗ്രഹങ്ങളാണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്? 88 പോർട്ടൽ എന്ത് അനുഗ്രഹങ്ങളാണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്? 3 ഓഫ് കപ്സ് ആണ് വന്നത്. സോ ഫ്രണ്ട്സ് ഇല്ലായിരുന്നെങ്കിൽ, നല്ലൊരു കൂട്ടില്ലായിരുന്നെങ്കിൽ, ഓക്കെ, ഒരു തുണയില്ലായിരുന്നെങ്കിൽ, സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ അത് പ്രേക്ഷകർക്ക് ലഭിക്കുന്നുണ്ട്. അത് ഫിസിക്കലി ആകാം ആൻഡ് ഡിവൈൻ വേ ആകാം. ഓക്കെ, ഫിസിക്കലി നിങ്ങൾക്ക് ഫ്രണ്ട്സ് വരുന്നതാകാം, ചിലർക്ക് ദൈവതുണ, ഓക്കെ, ഡിവൈൻ ഇൻ്റർവെൻഷൻ ഉണ്ടാകുന്നതാകാം നിങ്ങളുടെ ജീവിതത്തിൽ. പൂക്കളുമായിട്ട് ഏറെ വർക്ക് ചെയ്യുന്ന, പൂക്കളുമായിട്ട് വർക്ക് ചെയ്യാൻ മീൻസ് എപ്പോഴും കുറച്ച് പൂക്കൾ നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കണം. ഈ പൂക്കൾ എന്താണ് ചെയ്യുന്നത്? പൂക്കൾ നെഗറ്റിവിറ്റി എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെഗറ്റിവിറ്റി മാറ്റി പോസിറ്റിവിറ്റി നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ പൂക്കളുമായിട്ട് എത്ര വർക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. ഗാർഡൻസ് ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യുക. പേജ് ഓഫ് ഫോൺസ് ആണ് വരുന്നത്. ഒരു പുതിയ സന്തോഷം നൽകുന്ന ഒരു വെഞ്ചർ നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഓക്കെ, പല പ്രേക്ഷകർക്കും ഇതൊരു കുഞ്ഞിൽ നിന്നാണ്. ഓക്കെ, കുഞ്ഞ് എന്ന് പറയുമ്പോൾ പ്രായത്തിൽ ചെറിയത്. ഓക്കെ, സോ പ്രായത്തിൽ ചെറുതായ ആൾക്കാരുമായിട്ടോ അല്ലെങ്കിൽ ലിറ്ററലി നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നൽകുന്ന നല്ലൊരു സന്തോഷ വാർത്തയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ്സ് ആയിട്ട് വരുന്നത്. മെഡൽ കാണുന്നുണ്ട്. സോ മൈറ്റ് ബി ഏതെങ്കിലും പ്രേക്ഷകരുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ബട്ട് കുറേ നാളുകൊണ്ട് അവർക്ക് വിജയം ലഭിക്കുന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ആ വിജയം അവർക്ക് ലഭിക്കുന്നതാണ്.
സോ ഇത് ആരുടെയെങ്കിലും മാനിഫെസ്റ്റേഷനും ആകാം. ഓക്കെ, ഏതെങ്കിലും പ്രേക്ഷകർ മാനിഫെസ്റ്റ് ചെയ്യുന്നതുമാകാം. ഓക്കെ, ഐ ടേക്ക് ദിസ്. 10 of Wands ആണ്. പ്രേക്ഷകർ ജോലി കാര്യത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റം വരുന്നുണ്ട്. ചില പ്രേക്ഷകർ മണി റിലേറ്റഡ് ഏറെ സോഴ്സസ് വേണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും വരുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നിങ്ങളുടെ ജോലി ഭാരം ഇത്തിരി കുറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, ബിക്കോസ് ഇത് മാനിഫെസ്റ്റഡ് ആണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരു കാര്യമാണ്. ഓക്കെ, ബ്ലെസ്സിങ്സ് പ്ലീസ്, ബ്ലെസ്സിങ്സ്. 9 of Cups, wish fulfillment ആണ്. സോ ഡെഫിനറ്റ്ലി 888 പോർട്ടൽ നിങ്ങൾ എത്ര ഉപയോഗിക്കുന്നു, ഓക്കെ, ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതാണ്. ഓക്കെ, ആൻഡ് ഐ വിൽ ടേക്ക് വൺ മോർ കാർഡ്. ഒരു കാർഡും കൂടി എടുക്കാം. യെസ്, 3 of Swords. സോ 3 of Swords നൽകിയ ആൾക്കാർ, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി പോകുന്നതാണ്. ഓക്കെ, ആൻഡ് ഇതിൽ ഏഞ്ചൽസ് ആണ് നിങ്ങളെ സഹായിക്കുന്നത്. സോ ആർക്കേഞ്ചൽ ഷാമുലായിട്ട് വർക്ക് ചെയ്യുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ യെസ്, ആർക്കേഞ്ചൽ ഷാമുൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ആൻഡ് ഉടനെ തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടിനൊരു വഴി ആർക്കേഞ്ചൽ ഷാമുൽ കൊണ്ടു തരുന്നതാണ്. ഓക്കെ, ഓൾറൈറ്റ്. വാട്ട് എൽസ്? എന്താണ്? ഓ, റിമെമ്പർ യുവർ ഐഡൻറ്റിറ്റി, യു ക്യാൻ ഡു ഇറ്റ്. പ്രേക്ഷകരുടെ മാനിഫെസ്റ്റേഷൻ എബിലിറ്റീസ് ഒത്തിരി വലുതാണ്. പക്ഷേ എവിടെയോ പ്രേക്ഷകർക്ക് അതറിയില്ല. ഓക്കെ, സോ ഇവിടെ ഏഞ്ചൽസ്, ഈവൻ ശിവ് ഭഗവാൻ, ഓക്കെ, ബിക്കോസ് 22 എന്ന നമ്പർ ഞാൻ എപ്പോഴും ലോർഡ് ശിവയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് വരുന്ന ഒരു ഗൈഡൻസ് ലോർഡ് ശിവയിൽ നിന്ന് ഇതാണ്: നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ ഓർക്കൂ, നിങ്ങളുടെ കഴിവ് എന്തൊക്കെയാണ്, നിങ്ങളുടെ എബിലിറ്റീസ് എന്തൊക്കെയാണ് അത് ഓർക്കൂ. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ക്ഷമ ആൻഡ് ക്ഷമത രണ്ടും ഉള്ളതാണ്. ഓക്കെ, ഓക്കെ, ഓൾറൈറ്റ്. ദ ഇലക്ട്രിക് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. യെസ്, സോ ചില പ്രേക്ഷകർക്ക് അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇത്തിരി വ്യത്യാസങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഓക്കെ, ഒരു ഷിഫ്റ്റിംഗ് നടക്കേണ്ടതുണ്ട്. ചിലർക്ക് പ്രോബബ്ലി നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ നിങ്ങളുടെ സ്ഥാപനം, ഓക്കെ, ജോലി ചെയ്യുന്നതാണെങ്കിൽ അവിടുന്ന് മാറേണ്ടതുണ്ട്. ബിസിനസ് ഓണേഴ്സ് പർട്ടിക്കുലർലി നിങ്ങളുടെ ഏരിയ, നിങ്ങൾ എവിടെയാണോ ബിസിനസ് നടത്തുന്നത്, മൈറ്റ് ബി ആ ഒരു ഏരിയ നിങ്ങളുടെ ബിസിനസ്സിന് ശരിയാവുന്നില്ല എനർജി വൈസ്. ഓക്കെ, സോ ആ ഒരു ഷിഫ്റ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നതാണ്. ചില പ്രേക്ഷകർക്ക് അവരുടെ തോട്ട്സിൽ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടതാണ്. സോ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് എന്ന സബ്ലിമൽ യൂട്യൂബിൽ ഏരിയയിൽ ഉണ്ട്. ഓക്കെ, അത് കേൾക്കാൻ തുടങ്ങും. ആൻഡ് റീയൂണിയൻ, റീകൺസൈലിംഗ് ഡിഫറൻസസ്. പ്രേക്ഷകർക്ക് ഏതെങ്കിലും മെമ്പേഴ്സുമായിട്ട്, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആകാം, പാർട്ട്നേഴ്സ് ആകാം, ബിസിനസ് പാർട്ട്നേഴ്സ് ആകാം, കൊലീഗ്സ് ആകാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസത്തിൽ നിങ്ങൾ ആ ഒരു ബന്ധം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് മാറിപ്പോകുന്നതാണ്. റീയൂണിയൻ ആണ് പറയുന്നത്. സോ നിങ്ങളുടെ ഡിഫറൻസസ് മനസ്സിലാക്കി നിങ്ങൾ റീകൺസൈലിംഗ് ചെയ്യുന്നതാണ്. ഓക്കെ, എക്സിൻ്റെ കാര്യത്തിൽ ഞാൻ വലിയ ഇത് കൊടുക്കില്ല. ഓക്കെ, ബിക്കോസ് ഈ ഒരു റിലേഷൻഷിപ്പ്, ദാറ്റ് മീൻസ് ഇപ്പോഴും അത് റിലേഷൻഷിപ്പായിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പാണ്. ഓക്കെ, വിട്ടുപോയ റിലേഷൻഷിപ്പിൻ്റെ കാര്യമല്ല പറയുന്നത്. ഓൾറൈറ്റ്, ഓക്കെ, ഓക്കെ, ഐ തിങ്ക് ദാറ്റ്സ് ഇനഫ്. സോ ബ്ലെസ്സിങ്സ് എന്താണ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു, എന്താണ് വരുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞു, ആൻഡ് എന്ത് നെഗറ്റിവിറ്റി മാറ്റണം എന്ന് അറിഞ്ഞു കഴിഞ്ഞു. സോ ഈ 888 പോർട്ടലിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പ്രേക്ഷകർക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ത്രൂ ടാരോ ആൻഡ് ഒറാക്കിൾ റീഡിംഗ് കമൻറ്റ് സെക്ഷനിൽ എന്നെ എഴുതി അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാക്സിമം ലൈക്സ് ആൻഡ് ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ഷോർട്സ് കാണാൻ മറക്കരുത്. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.